Afternoon students, നമുക്ക് ഫോട്ടോകെമിസ്ട്രിയിലെ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോസ് ആദ്യം ഡിസ്കസ് ചെയ്യാം. ബിയർ ലംബർട്ട് ലോ നിങ്ങൾ ക്ലാസ്സിൽ സെമിനാർ ഡിസ്കഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ അത് വായിച്ചോളുക. പിന്നെ നമുക്ക് അടുത്ത രണ്ട് ലോസിൽ ഫസ്റ്റ് ലോയാണ് ഗ്രോത്ത് സ്ട്രാപ്പർ ലോ എന്ന് പറയും. സെക്കൻഡ് വൺ ദി സ്റ്റാർക്ക് ഐൻസ്റ്റീൻ ലോ. അപ്പോൾ ഗ്രോത്ത് സ്ട്രാപ്പർ ലോ പറയുന്നത് എന്താണെന്ന് നോക്കാം. ലോ പറയുന്നത് ഓൺലി ദാറ്റ് ലൈറ്റ് റേഡിയേഷൻ വിച്ച് ഈസ് അബ്സോർബ്ഡ് ബൈ എ സിസ്റ്റം ക്യാൻ ബ്രിങ് അബൌട്ട് എ ഫോട്ടോകെമിക്കൽ ചേഞ്ച്. അതായത് ലൈറ്റ് നമുക്ക് വന്ന് വീഴുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് അബ്സോർബ് ചെയ്യുന്നത്. റിമൈനിങ് എന്ന് പറയുന്നത് അത് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകും. അപ്പോൾ അബ്സോർബ്ഡ് പാർട്ട്, അതായത് അത് മീഡിയം അബ്സോർബ് ചെയ്യുന്ന അല്ലെങ്കിൽ സിസ്റ്റം അബ്സോർബ് ചെയ്യുന്ന അത്രയും ക്വാണ്ടിറ്റേറ്റീവായിട്ട് അത്രയും പാർട്ട് ഓഫ് ലൈറ്റാണ് എന്ത് കോസ് ചെയ്യുന്നത്, ഒരു ഫോട്ടോകെമിക്കൽ ചേഞ്ചിന് ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് അത്രയും പാർട്ട് ലൈറ്റാണ് ആ ഫോട്ടോകെമിക്കൽ ചേഞ്ച് നടത്തുന്നത്. അതാണ് ഗ്രോത്ത് സ്ട്രാപ്പർ പറഞ്ഞിരിക്കുന്നത്. ബാക്കി കുറച്ച് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷനാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഗ്രോത്തസ് ആൻഡ് ഡ്രാപ്പറാണ് 19th സെഞ്ച്വറിയിലാണ് ഇങ്ങനെ ഒരു ലോ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ അബ്സോർബ് ചെയ്യാത്ത പാർട്ട് ഓഫ് ലൈറ്റ്, അതിൽ വന്ന് വീഴുന്നതിൽ അബ്സോർബ്ഡ് അല്ലാത്ത പാർട്ട് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്ന പാർട്ട് എന്ന് പറയുന്നത് നമ്മളെ റിയാക്ഷനിൽ ഒരിക്കലും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കമ്പോണൻ്റ് അല്ല, അല്ലെങ്കിൽ ഓൺലി അബ്സോർബ്ഡ് പാർട്ട് ഈസ് കോസിങ് ദ റിയാക്ഷൻ. സോ അടുത്ത ഇത് ക്വാണ്ടിറ്റേറ്റീവ് നേച്ചറാണ്. പ്യുവർലി നമ്മൾ ക്വാണ്ടിറ്റേറ്റീവായിട്ട് പറയുകയാണ്, ഇത്ര എമൗണ്ട് അബ്സോർബ് ചെയ്തെങ്കിൽ ഇത്ര അതിന് പിന്നെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിയാക്ഷൻ നടക്കുന്നു എന്നുള്ളത്. ഇനി അടുത്ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് സ്റ്റാർക്ക് ഐൻസ്റ്റീൻ ലോ ഓഫ് ഫോട്ടോകെമിക്കൽ ഇക്വലൻസ് ആണ്. അപ്പോൾ സ്റ്റാർക്ക് ഐൻസ്റ്റീൻ ഇതിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് നേച്ചർ സ്റ്റഡി ചെയ്തിട്ട് വേറൊരു ലോ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: ഇൻ എ ഫോട്ടോകെമിക്കൽ റിയാക്ഷൻ ഈച്ച് മോളിക്യൂൾ ഓഫ് ദ റിയാക്ടിംഗ് സബ്സ്റ്റൻസ് അബ്സോർബ്സ് എ സിംഗിൾ ഫോട്ടോൺ ഓഫ് റേഡിയേഷൻ കോസിംഗ് ദ റിയാക്ഷൻ ആൻഡ് ഈസ് ആക്ടിവേറ്റഡ് ടു ഫോം ദ പ്രോഡക്ട്സ്. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സ്പ്ലനേഷനാണ്. എന്തായാലും നമ്മുടെ ലൈറ്റുമായിട്ടുള്ള ഇൻറ്ററാക്ഷനിൽ എങ്ങനെയാണ് റിയാക്ഷൻ നടക്കുന്നു എന്നുള്ളതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ലോസാണ് ഇത് രണ്ടും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോട്ടോകെമിസ്ട്രിയിലെ രണ്ട് ലോസാണ്. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്ത് പോയതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള ഒരു കൺക്ലൂഷൻ കൂടെ കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് അവർ ഒബ്സർവ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈച്ച് മോളിക്യൂൾ ടേക്കിംഗ് പാർട്ട് ഇൻ ദ റിയാക്ഷൻ അബ്സോർബ്സ് ഓൺലി എ സിംഗിൾ ഫോട്ടോൺ ഓഫ് ലൈറ്റ്. ദറ്റ് മോളിക്യൂൾ അബ്സോർബ്സ് വൺ ഫോട്ടോൺ, ഇക്വലൻ്റ് എനർജി ഈസ് ആക്ടിവേറ്റഡ് ആൻഡ് എൻറ്റേഴ്സ് ഇൻ ടു ദ റിയാക്ഷൻ. അപ്പോൾ ഒരു ഫോട്ടോൺ അബ്സോർബ് ചെയ്യുന്ന ഒരു സിംഗിൾ മോളിക്യൂൾ എന്ത് ചെയ്യുന്നു, ഇറ്റ് ഗെറ്റ്സ് ആക്ടിവേറ്റഡ് and enters into the reaction. So he proposed or state the law like each molecule of the reacting substance absorbs a single photon of radiation causing the reaction and is activated to form the products. Finally we will get the product. അപ്പോൾ അതിൻ്റെ ഒരു പിന്നെന്താണ് റെപ്രസെൻറ്റേഷനാണ് കൊടുത്തിരിക്കുന്നത്. when a molecule A absorbs a photon of radiation H nu and is got activated as A star and finally gives the product B. So A first get activated with the radiation H nu and it is represented as A star and it gives products. Finally നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് A plus H nu giving B എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആണ്. സോ എനർജി പെർ ക്വാണ്ടം, അതായത് നമുക്കറിയാം ഒരു ക്വാണ്ടം ഓഫ് എനർജി അല്ലെങ്കിൽ ഫോട്ടോൺ എന്ന് പറയുന്നത് H nu ആണ്. Thus for one molecule to undergo a chemical change the radiant energy required is H nu. അതാണ് നമ്മളിപ്പോൾ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ദെയർഫോർ 1 mole ടു അണ്ടർഗോ ആണെങ്കിൽ നമുക്ക് എന്തറിയാം, NH nu, N ആണ് അവഗാഡ്രോ നമ്പർ, N is the number of molecules present in 1 mole and therefore 1 mole to react is NH nu. വേണ്ടുന്ന എനർജിയാണ് NH nu. Thus the quantity of radiant energy required for 1 mole to undergo chemical change is NH nu. So energy absorbed per mole of the reacting substance is called 1 Einstein. ആ ഒരു ടേം ഓർത്ത് വെച്ചേക്കുക. The energy absorbed per mole of the reacting substance is called 1 Einstein. That 1 Einstein is given as NH nu.
അപ്പോൾ അതിൻ്റെ വാല്യൂസൊക്കെ കൊടുത്ത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആങ്സ്ട്രോം ഒക്കെ കൺവേർട്ട് ചെയ്ത് മീറ്ററിലൊക്കെ ഇട്ടിട്ട് ഇ എന്ന് പറയുന്നത് ഐൻസ്റ്റീൻ എന്ന് പറയുന്നത് 2.857 × 10⁵ ഡിവൈഡഡ് ബൈ ലാംഡ 2.857 ഡിവൈഡഡ് ബൈ ലാംഡ × 10⁵ കിലോ കാലറീസ് പെർ മോൾ ആണ് നമുക്ക് ഇതിൻ്റെ വാല്യൂ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഇതിനകത്ത് കോൺസ്റ്റൻസ് ഒക്കെ പിന്നെ നമുക്കറിയാവുന്ന വാല്യൂസൊക്കെയാണ്. അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടാണ് കാൽക്കുലേഷൻ വർക്കൗട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ടേം ആണ് ക്വാണ്ടം ഈൽഡ് ഓർ ക്വാണ്ടം എഫിഷ്യൻസി. ഈ ടേംസ് എല്ലാം തന്നെ നിങ്ങൾ പിന്നെ ഡെഫിനിഷൻസ് പഠിക്കുക. ഇതെല്ലാം ഡെഫിനിഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് റിയാക്റ്റഡ് ഓർ ഫോംഡ് പെർ ഫോട്ടോൺ അബ്സോർബ്ഡ് ഈസ് കോൾഡ് ക്വാണ്ടം ഈൽഡ് ഓർ ക്വാണ്ടം എഫിഷ്യൻസി. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് റിയാക്റ്റഡ് ഓർ ഫോംഡ് പെർ ഫോട്ടോൺ അബ്സോർബ്ഡ്. അപ്പോൾ നമുക്കറിയാം ഒരു ഫോട്ടോൺ അബ്സോർബ് ചെയ്യുന്നതിന് ഒരു മോളിക്യൂളിന് ഒരു ഫോട്ടോൺ എന്ന നിലയിലാണ് അബ്സോർപ്ഷൻ. യൂഷ്വലി ദിസ് ഫാക്ടർ മസ്റ്റ് ബി 1. ഇപ്പോൾ 5 എന്ന് പറയുന്നതിന് നമുക്ക് പല പിന്നെ വെർഷൻസ് പല രീതിയിൽ ഡിഫൈൻ ചെയ്യാം. ഇത് റെപ്രസെൻ്റ് ചെയ്യുന്ന 5 എന്ന് പറയുന്ന ക്വാണ്ടം ഈൽഡിനെ അല്ലെങ്കിൽ ക്വാണ്ടം എഫിഷ്യൻസിയെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എയ്തർ ആസ് നമ്പർ ഓഫ് മോളിക്യൂൾസ് റിയാക്റ്റഡ് ആസ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോളിക്യൂൾസ് റിയാക്റ്റഡ് ടു ദ നമ്പർ ഓഫ് ഫോട്ടോൺസ് അബ്സോർബ്ഡ് or number of moles reacted to the number of Einsteins absorbed or number of molecules of product formed to the number of photons absorbed. ഇത് ഈ പറയുന്ന പിന്നെ റേഷ്യോ തന്നെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യണം. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ എഴുതിയാലും മതി. പക്ഷേ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ പ്രോഡക്റ്റ് ഫോംഡ് ടു ദ നമ്പർ ഓഫ് ഐൻസ്റ്റീൻ അബ്സോർബ്ഡ്. അപ്പം നമ്പർ ഓഫ് മോൾസ് വരികയാണെങ്കിൽ നമ്മളവിടെ നമ്പർ ഓഫ് ഐൻസ്റ്റീൻസ് തന്നെ കൊടുക്കണം, എങ്കിലേ ആ കാൽക്കുലേഷൻ കറക്റ്റ് ആവുള്ളൂ. നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണെങ്കിൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് ആർ ഇനഫ്. അപ്പോൾ അതാണ് ആ റേഷ്യോയുടെ കാൽക്കുലേഷൻ. സോ റിയാക്ഷൻ വിച്ച് സ്ട്രിക്ട്ലി ഒബേസ് സ്റ്റാർക്ക്-ഐൻസ്റ്റീൻ ലോ ആണെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കണം? 5 മസ്റ്റ് ബി 1. ക്വാണ്ടം ഈൽഡ് എന്ന് പറയുന്നത് 1 ആയിരിക്കണം. പക്ഷേ ക്വാണ്ടം ഈൽഡ് 1 ആയിട്ടുള്ള റിയാക്ഷൻസ് ആർ ഫൗണ്ട് ടു ബി വെരി റെയർ. അത് നമ്മൾ കാണേണ്ടതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒബ്സർവ് ചെയ്തിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒന്നുകിൽ 5 ഗ്രേറ്റർ ദാൻ 1 അല്ലെങ്കിൽ 5 കുറഞ്ഞ് ഈൽഡ് കുറവുള്ളതോ ആയിട്ടുള്ള റിയാക്ഷൻസാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഹൈ ക്വാണ്ടം ഈൽഡ് വരുന്നതോ അല്ലെങ്കിൽ ലോ ക്വാണ്ടം ഈൽഡ് വരുന്നതോ ആയിട്ടുള്ള റിയാക്ഷൻസ് വി ക്യാൻ സി. സോ അപ്പോൾ എന്താണ് ഈ ഇതിൽ നിന്നും ഡീവിയേറ്റ് ചെയ്ത് നമുക്ക് ഹൈ ക്വാണ്ടം ഈൽഡ് വരാനുള്ള റീസൺസ് അല്ലെങ്കിൽ ലോ ക്വാണ്ടം ഈൽഡ് വരാനുള്ള റീസൺസ് എന്നുള്ളതാണ് നമ്മൾ അടുത്ത് എക്സാമിൻ ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ടുള്ള മെക്കാനിസംസ് ആണ്, നമുക്കറിയാം. അതിൽ നമുക്ക് ഹൈ ക്വാണ്ടം ഈൽഡ് വരാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് റിയാക്ഷൻ സബ്സിക്വൻറ്റ് ടു ദ പ്രൈമറി റിയാക്ഷൻ. അപ്പോൾ എന്താണ് അവിടെ നടക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അവിടെ നമ്മളുടെ സ്റ്റാർക്ക്-ഐൻസ്റ്റീൻ ലോ അനുസരിച്ച് നമ്മുടെ 1 ഫോട്ടോൺ അബ്സോർബ്ഡ് ഇൻ എ പ്രൈമറി റിയാക്ഷൻ ഡിസോസിയേറ്റ്സ് 1 മോളിക്യൂൾ. അപ്പോൾ ആദ്യം എ ബി എന്ന് പറയുന്നൊരു മോളിക്യൂളിലേക്ക് ഒരു HNu പിന്നെ അബ്സോർബ് ചെയ്യുന്നു. ഇറ്റ് ഗെറ്റ് ഡിസോസിയേറ്റഡ് ടു എ ആൻഡ് ബി സെപ്പറേറ്റഡ് ആയിട്ടുള്ള ആറ്റംസ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യുന്നു. ബട്ട് ദ റിസൾട്ടിങ് എക്സൈറ്റഡ് ആറ്റംസ് സബ്സിക്വൻറ്റ് നമ്മൾ ഇതിനെ പ്രൈമറി റിയാക്ഷൻസിന് സബ്സിക്വൻ്റ് ആയിട്ട് വരുന്ന റിയാക്ഷൻസ് ആണ് ക്വാണ്ടം ഈൽഡിന് ഒരു റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഈ എയും ബിയും എന്താണ് ചെയ്യുന്നത്? ആദ്യത്തെ ആഫ്റ്റർ ദ ഫസ്റ്റ് സ്റ്റെപ്പ് that excited atoms formed start a subsequent secondary reaction in which a further molecule is dissociated. അപ്പോൾ അതാണ് അവിടെ നടക്കുന്നത്. കാരണം വിത്ത് അബ്സോർപ്ഷൻ ഓഫ് എ സിംഗിൾ ഫോട്ടോൺ അവിടെ 2 AB മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ഡിസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ബി കോസസ് ദ ഡിസോസിയേഷൻ ഓഫ് അനദർ AB മോളിക്യൂൾ ഫോമിങ് A2 ആൻഡ് B, another secondary reaction. Thus one photon decomposes 2 molecules of molecules AB. Therefore we will get phi as 2. അങ്ങനെ നമുക്ക് phi 2 ആകുന്ന ഒരു സിറ്റുവേഷനാണ്. അടുത്ത ഒരു റീസൺ എന്ന് പറയുന്നത് എ റിയാക്ഷൻ ചെയിൻ ഫോംസ് മെനി മോളിക്യൂൾസ് പെർ ഫോട്ടോൺ. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു കറക്ഷൻ ഉള്ളത് A പ്ലസ് എ എന്ന് കിടക്കുന്നത് എ എന്ന് പറയുന്നതാണ് കേട്ടോ. അവിടെ അങ്ങ് കറക്റ്റ് ചെയ്തോളൂ. A പ്ലസ് എ അല്ല A2.
അപ്പോൾ ഇവിടെ when a reaction involves two or more reactants, a molecule of one of them absorbs a photon and dissociates in the primary reaction. അപ്പോൾ ഒരു ചെയിൻ റിയാക്ഷൻ പോലെ ഇത് ഫോളോ ചെയ്യാനുള്ളൊരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. കാരണം A2ൽ ഒരു H അബ്സോർബ് ചെയ്യുന്നു, ഇറ്റ് വിൽ ഫോം 2 A atoms and in the primary reaction, and one A atom will again collide with the second reactant B2 and it forms AB and B. അങ്ങനെ സെക്കൻഡറി റിയാക്ഷൻ. അങ്ങനെ എഗെയിൻ ഈ ബി ഫോം ചെയ്ത ബിക്ക് അനദർ A2 റിയാക്ട് ചെയ്യാം. അപ്പോൾ ബൈ അബ്സോർപ്ഷൻ ഓഫ് എ സിംഗിൾ HNU ഇതിങ്ങനെ ചെയിൻ പോലെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. സോ ദാറ്റ് ഓൾസോ കോസസ് ഹൈ ക്വാണ്ടം ഈൽഡ്. അപ്പോൾ ആ ഒരു ചെയിൻ ഫോം ചെയ്ത് പോകുന്നതാണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ കാണിച്ച സ്റ്റെപ്സ് തന്നെയാണ്. സ്റ്റെപ്സ് 2 and 3 will continue. As a result, number of molecules of AB formed per photon will be large. ഇവിടെ AB ഫോം ചെയ്യുന്നതാണ് നമ്മുടെ റിയാക്ഷൻ ഫ്രം A2 and B2. റിയാക്ഷൻ റിയാക്ടിങ് മോളിക്യൂൾസിൻ്റെ ചേഞ്ച് വരുന്നുണ്ട്, അതൊന്ന് ഒബ്സർവ് ചെയ്തേക്കുക. സോ നമുക്കിനി ലോ ക്വാണ്ടം ഈൽഡിൻ്റെ റീസൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ അതിൽ ഫസ്റ്റ് കംസ് ഡീആക്ടിവേഷൻ ഓഫ് മോളിക്യൂൾസ്. ഇവിടെ ഡീആക്ടിവേറ്റ് ചെയ്ത് മോളിക്യൂൾസ് പോകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ദ എക്സൈറ്റഡ് മോളിക്യൂൾസ് ഫോംഡ് ഇൻ ദ പ്രൈമറി റിയാക്ഷൻ may be deactivated by the fluorescence or by collision with some inert molecules. അതാണ് നമ്മളവിടെ നോക്കേണ്ടത്. ഡീആക്ടിവേഷൻ സംഭവിക്കുന്നത് ബൈ ഫ്ലൂറസൻസ് ഓർ ബൈ കൊളീഷൻ. ഫ്ലൂറസൻസ് എന്താണെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷേ ഫ്ലൂറസൻസ് എന്ന് പറയുന്നത് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് ബൈ എമിറ്റിംഗ് റേഡിയേഷൻ സ്റ്റേറ്റ് ലെവൽ മാറി താഴത്തെ ലെവലിലേക്ക് വരുമ്പോൾ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷനെയാണ് നമ്മൾ ആ കാണുന്ന വിസിബിൾ പാർട്ടിൽ വരുമ്പോൾ അതാണ് നമുക്ക് ഫ്ലൂറസൻസ് ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്. സോ ഇറ്റ്സ് കമ്മിങ് ഡൗൺ ഫ്രം എ ഹയർ ലെവൽ ടു എ ലോവർ ലെവൽ വിത്ത് എമിഷൻ ഓഫ് ലൈറ്റ്, അതാണ് ഫ്ലൂറസൻസ്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് വഴി ഡീആക്ടിവേഷൻ സംഭവിക്കാം, അല്ലെങ്കിൽ കൊളൈഡിങ് വിത്ത് ആൻ ഇനേർട്ട് മോളിക്യൂൾ. അപ്പോൾ ഫസ്റ്റ് പ്രൈമറി റിയാക്ഷനിൽ എ എന്ന് പറയുന്നത് A സ്റ്റാർ എന്ന് പറയുന്ന ആക്ടിവേറ്റഡ് മോഡിലേക്ക് മാറുന്നു. ദെൻ ഇറ്റ് കംസ് ടു ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ബൈ എമിറ്റിംഗ് ദ റേഡിയേഷൻ വിച്ച് ഈസ് ഫ്ലൂറസൻസ്. അപ്പോൾ ഇതൊരു റീസണാണ്. അപ്പോൾ റിയാക്ഷൻ ആ ഒരു HNU അബ്സോർബ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് റിയാക്ഷനൊന്നും നടക്കുന്നില്ല. A സ്റ്റാറായിട്ട് ആക്ടിവേറ്റ് ചെയ്തിട്ട് അത് ഫൈനലി ബി പ്രോഡക്റ്റ് ആകാതെ തന്നെ അത് എന്തായിട്ട് മാറുകയാണ്, ഇറ്റ് ഗോസ് ടു ദ ഗ്രൗണ്ട് ലെവൽ ആൻഡ് ബൈ എമിറ്റിംഗ് ദ റേഡിയേഷൻ. അങ്ങനെ ഒരു ഡീആക്ടിവേഷൻ സംഭവിക്കാം. ഓർ ബൈ റീകോമ്പിനേഷൻ ഓഫ് ഡിസോസിയേറ്റഡ് ഫ്രാഗ്മെൻറ്റ്സ്, അല്ലെങ്കിൽ നമുക്ക് ഡിസോസിയേറ്റ് ചെയ്തു പോകുന്ന ഫ്രാഗ്മെൻറ്റ്സ് റീകമ്പൈൻ ചെയ്ത് വേണമെങ്കിലും ഇങ്ങനെയുള്ള ഒരു ഡീആക്ടിവേഷൻ സംഭവിക്കാം. അതും ക്വാണ്ടം ഈൽഡ് കുറയാനുള്ള റീസണാണ്. കാരണം HNU അബ്സോർബ് ചെയ്യുന്നെങ്കിലും ഫൈനലി ഇറ്റ് വിൽ നോട്ട് റീച്ച് അറ്റ് ദ പ്രോഡക്റ്റിലേക്ക് അത് എത്തിച്ചേരുന്നില്ല. അതിന് പകരം അതിന് റീകോമ്പിനേഷൻ നടന്നു പോവുകയോ അല്ലെങ്കിൽ അത് ഡീആക്ടിവേറ്റ് ചെയ്ത് പോവുകയോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ചെറിയ പ്രോബ്ലംസ് ഒക്കെ കൊടുത്തിരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഡയറക്റ്റ് പ്രോബ്ലംസ് ആണ്. കോൺസ്റ്റൻസ് എല്ലാം അറിഞ്ഞിരിക്കണം എപ്പോഴും. സിയും എച്ചും ഒക്കെ അറിഞ്ഞിരിക്കുക. ലാംഡ വേവ് ലെങ്ത് ഒക്കെ നിങ്ങൾക്ക് തരും. അപ്പോൾ അത് വെച്ചിട്ട് ഉള്ള പ്രോബ്ലംസ് നോക്കിക്കോളാം. അപ്പോൾ ഇനി നമുക്ക് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള രണ്ട് റിയാക്ഷൻ HClലും HBrൻ്റെയും രണ്ട് റിയാക്ഷൻസിൻ്റെ ഒരു ക്വാളിറ്റേറ്റീവ് അപ്രോച്ച് ഒന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള അതിൻ്റെ കറക്റ്റ് കൈനറ്റിക്സ് അല്ലെങ്കിൽ അതിൻ്റെ റേറ്റ് ഫോമിങ് റിയാക്ഷൻസ് അല്ലെങ്കിൽ റേറ്റ് ഫോമിങ് സ്റ്റെപ്സ് ഒക്കെ വെച്ചിട്ടുള്ള കാൽക്കുലേഷൻസ് നമുക്ക് ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് വേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ക്വാളിറ്റേറ്റീവായിട്ട് എങ്ങനെയാണ് റിയാക്ഷൻ നടന്നു പോകുന്നത്, എന്തൊക്കെ സ്റ്റെപ്സാണ് അതിൻ്റെ പ്രൈമറി റിയാക്ഷൻ എന്താണ്, അത് കഴിഞ്ഞ് അത് എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്നത്, അതിൻ്റെ ടെർമിനേഷനുള്ള സാധ്യത എന്താണ്, സ്റ്റെപ്പ് റിയാക്ഷൻ്റെ ലൈറ്റ് അബ്സോർബ് ചെയ്തുകൊണ്ട് നടക്കുന്ന അതിനകത്ത് വേരിയസ് സ്റ്റെപ്സ് ഏതൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയൊന്ന് ക്വാളിറ്റേറ്റീവായിട്ട് അറിഞ്ഞിരിക്കാനുള്ള രണ്ട് ടൈപ്പ് റിയാക്ഷൻസ് HClൻ്റെയും HBrൻ്റെയും നിങ്ങൾക്ക് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് HCl റിയാക്ഷൻ കൺസിഡർ ചെയ്യാം. ഇൻ വിച്ച് ദ ഫോട്ടോകെമിക്കൽ കോമ്പിനേഷൻ ഓഫ് ഹൈഡ്രജൻ ആൻഡ് ക്ലോറിൻ ടു ഫോം HCl, അതാണ് റിയാക്ഷൻ.
ഇറ്റ് ഈസ് ഫസ്റ്റ് സ്റ്റഡീഡ് ബൈ സയൻറ്റിസ്റ്റ് നൺസ്റ്റ് നിങ്ങൾ കേട്ടിട്ടുള്ള സയൻറ്റിസ്റ്റാണ്. അപ്പോൾ അവിടെ നമുക്ക് റിയാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം H2+Cl2 ഗിവിങ് 2HCl ആണ് നമ്മുടെ റിയാക്ഷൻ. സോ ഇൻ ദ റിയാക്ഷൻ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓർ ദ ഇനിഷ്യേഷൻ സ്റ്റെപ്പ് എന്ന് നമ്മൾ പറയുന്നത് സജസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇതാണ്. ക്ലോറിൻ മോളിക്യൂള് ഫസ്റ്റ് അബ്സോർബ്സ് എ ഫോട്ടോൺ പ്രൊഡ്യൂസിങ് ക്ലോറിൻ ആറ്റംസ്. ഫസ്റ്റ് Cl2 absorbing H nu forms 2 Cl atoms, and then it in the second step or the propagation step Cl atoms are formed, combines with the H2 and forms HCl and hydrogen atom. Then that hydrogen atom again combines with the Cl2, forms HCl and Cl. അങ്ങനെ ഈ Cl-നെ അഗെയിൻ ഒരു H2 ആയിട്ട് കമ്പൈൻ ചെയ്യാം, ആൻഡ് പിന്നെയും അത് റിലീസ് ചെയ്യുന്ന ഹൈഡ്രജൻ ആറ്റത്തിന് പിന്നെയും ഒരു Cl2 ആയിട്ട് കമ്പൈൻ ചെയ്യാം. സോ 2 and 3 റിപ്പീറ്റ് themselves so that the quantum yield shows a high value. ഇതിങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്നു ബൈ അബ്സോർബിങ് എ സിംഗിൾ ഫോട്ടോൺ ഓർ H nu ബൈ Cl2. ഫസ്റ്റ് ഇനിഷ്യേഷൻ സ്റ്റെപ്പിൽ അബ്സോർബ് ചെയ്യുന്ന ഒരു H nu വെച്ച് തന്നെ ഈ റിയാക്ഷൻ എന്ത് ചെയ്ത് പോവുകയാണ്, ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോവുകയാണ്. സോ വി വിൽ ഗെറ്റ് എ ഹൈ വാല്യൂ ഫോർ ക്വാണ്ടം ഈൽഡ്. അപ്പോൾ ഇതിങ്ങനെ ഈ 2 and 3 വിൽ കണ്ടിന്യൂ ഏത് വരെയാണ്, ഓൾ ദ H2ഉം Cl2ഉം റിയാക്ട് ചെയ്ത് കഴിയുന്നത് വരെ 2 and 3 ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ ആൻഡ് ക്ലോറിൻ ആറ്റംസ് ആർ കോൾഡ് ചെയിൻ ക്യാരിയേഴ്സ്. സോ ഫൈനലി ദർ ഇസ് എ ചാൻസ് ഫോർ ടെർമിനേഷൻ. നിങ്ങൾ പല റിയാക്ഷനിലും കേട്ടിട്ടുള്ള വേർഡാണ് ടെർമിനേഷൻ സ്റ്റെപ്പിൽ നമുക്ക് ഒന്ന് റിയാക്ഷൻ സ്റ്റോപ്പ് ആകാൻ സാധ്യതയുള്ളൊരു കണ്ടീഷനാണ്. സോ ചെയിൻ ടെർമിനേഷൻ മേ ഓക്കർ ഓൺ ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ 2 chlorine atoms if they combine together to form Cl2 molecule. അവരങ്ങനെ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ചെയിൻ ടെർമിനേഷൻ നടക്കാൻ സാധ്യതയുണ്ട്. Number of HCl molecules formed is very high. So the quantum yield for this reaction is found to be 10⁻⁴ to 10⁻⁶. അത്രയും വലിയൊരു ഫാക്ടറാണ് നമുക്ക് ക്വാണ്ടം ഈൽഡായിട്ട് കിട്ടുന്നത്. ആൻഡ് ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ, ഈ റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ അബ്സോർബ്ഡ് റേഡിയേഷൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച് ഇതിൻ്റെ പിന്നെ റേറ്റ് അല്ലെങ്കിൽ അത് ദ സ്പീഡ് വിത്ത് വിച്ച് ദ റിയാക്ഷൻ ഈസ് ഗോയിങ് ഓൺ ഈസ് വെരി മച്ച് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി എന്താണ് ഇൻറ്റൻസിറ്റി. ആൻഡ് നെക്സ്റ്റ് ഈസ് ദ ഹൈഡ്രജൻ ബ്രോമിൻ റിയാക്ഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞ അതേ സ്റ്റെപ്സിലൂടെ തന്നെയാണ് ഹൈഡ്രജൻ്റെയും ബ്രോമിൻ്റെയും പിന്നെ റിയാക്ഷൻ നടക്കുന്നത്. ദ റിയാക്ഷൻ ഈസ് ബൈ ഫ്രം H2 and Br to 2HBr is formed by absorbing light quanta. So in the primary step bromine undergoes dissociation. Bromine molecule undergo dissociation by absorbing light H nu. സെക്കൻഡറി പ്രോസസ്സുകൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അതിൽ ബ്രോമിൻ ആറ്റം വിത്ത് H2 റിയാക്ഷൻ 2 എന്ന് കൊടുത്തിരിക്കുന്നത് വിച്ച് ഈസ് ഹൈലി എൻഡോതെർമിക് ആണ്. അതുപോലെ തന്നെ അത് എക്സ്ട്രീംലി സ്ലോയാണ് ഓർഡിനറി ടെമ്പറേച്ചേഴ്സിൽ. അതുപോലെ റിയാക്ഷൻ 4 is the reverse of reaction 2 and will be fast. അത് വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്ന റിയാക്ഷനാണ്. അപ്പോൾ ഇത് രണ്ടും കൊണ്ട് തന്നെ HBr ഫോം ചെയ്യുന്നത് റേറ്റ് കുറവായിരിക്കും. അപ്പോൾ ഈ പറയുന്ന കണ്ടീഷൻസ് വെച്ചിട്ട് നമുക്കിവിടെ അത്ര ഫാസ്റ്റ് റിയാക്ഷൻസ് ഫാസ്റ്റ് ഫോർമേഷൻ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്വാണ്ടം ഈൽഡ് എന്ന് പറയുന്നത് വെരി ലോ ആണ്. നമ്മൾ HCl റിയാക്ഷൻ കണ്ടതുപോലെയല്ല. HBr റിയാക്ഷൻ്റെ കേസസിൽ ഇങ്ങനെയുള്ള കുറച്ച് പിന്നെ എന്താണ് സ്ലോയും ചില ഒന്നിടവിട്ടുള്ള സ്റ്റെപ്പുകൾ സ്ലോയും ഫാസ്റ്റുമായിട്ട് നടക്കുന്ന കാരണം ദാറ്റ് ദിസ് എന്താണ് ഒരു
സ്മൂത്തായിട്ട് അല്ലെങ്കിൽ ഒരു കോമ്പൻസേറ്റിംഗ് രീതിയിലല്ല അത് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്നത് കൊണ്ട് ക്വാണ്ടം ഈൽഡ് എന്ന് പറയുന്നത് വെരി ലോ. ഇറ്റ് ഈസ് 0.01 ആണ് ഇതിൻ്റെ ക്വാണ്ടം ഈൽഡ്. അത് നോർമൽ ടെമ്പറേച്ചറിലാണ്, ഓർഡിനറി ടെമ്പറേച്ചറിലാണ്. ഇപ്പോൾ ടെമ്പറേച്ചർ കൂടുതലാണെന്നുണ്ടെങ്കിൽ, ഹൈ ടെമ്പറേച്ചറിലാണ് നമ്മൾ ഈ റിയാക്ഷൻ കണ്ടക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അതിൻ്റെ ക്വാണ്ടം ഈൽഡ് ഹൈ ആയിരിക്കും. സോ അതിൻ്റെ ക്വാളിറ്റേറ്റീവ് അപ്രോച്ചിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൂ. നെക്സ്റ്റ് നമുക്ക് വരുന്നത് കുറച്ച് സെക്കൻഡറി ഫോട്ടോകെമിക്കൽ പ്രോസസ്സുകളാണ്. പ്രൈമറി പ്രോസസ്സുകളാണ് നമ്മൾ പറഞ്ഞതെല്ലാം, ലൈറ്റ് അബ്സോർപ്ഷനും അതുവഴി റിയാക്ഷൻ നടക്കുന്നതും നമുക്ക് പ്രോഡക്റ്റ് കിട്ടുന്നതും ഒക്കെ. ദെയർ ആർ സം സെക്കൻഡറി പ്രോസസ്സസ് ഓൾസോ. അത് നമുക്ക് ഞാൻ വേറൊരു ക്ലാസ്സായിട്ട് തന്നെ നിങ്ങൾക്കത് പിന്നെ പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്ത് വായിച്ച് നോക്കുക. അപ്പോൾ അടുത്ത എൻ്റെ ക്ലാസ്സിൽ ഞാൻ ഈ സെക്കൻഡറി പ്രോസസ്സുകൾ, അതായത് നമുക്ക് ഫ്ലൂറസെൻസ് ഉണ്ട്, അതുപോലെ ഫോസ്ഫോറസെൻസ് ഉണ്ട്, അതുപോലെ കെമി ലൂമിനിസെൻസ് എന്ന് പറയുന്നൊരു ടേമുണ്ട്, സോ ഫോട്ടോ സെൻസിറ്റൈസേഷൻ, ഇതെല്ലാം വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇത് ഞാൻ അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.